അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിക്കാൻ പോവാണ്. അപ്പം അടുപ്പ് കത്തിച്ചിട്ട് നല്ല ഉരുളിയിൽ കത്തിച്ചതിന് ശേഷം നമ്മൾ എണ്ണ ചൂടാണ്. നമ്മൾ ആദ്യം എണ്ണ ഒഴിക്കുക. അതുപോലെ തന്നെ കടുക് ഉലുവ എല്ലാം ഇട്ടിട്ട് ഇതാക്കിയതിന് ശേഷം പിന്നെ പച്ചമുളക് ഉണക്കമുളക് കരിവേപ്പില ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അത് മുളക് പൊടി ജിഞ്ചക്കാളി പേസ്റ്റ് ഇടുന്നു. അതൊന്ന് മൂത്തതിന് ശേഷം മുളക് പൊടി ഇടുന്നു. പിന്നെ നമ്മൾ വിനാഗിരി ഒഴിക്കുന്നു. പിന്നെ ഒന്ന് നല്ല തിളച്ചതിന് ശേഷം ഉപ്പിലിട്ട മാങ്ങ ഇട്ട് അടച്ച് അതിലേക്ക് അത്രയേ ഉള്ളൂ. നമ്മൾ നല്ലെണ്ണ ആഡ് ചെയ്യണം. നല്ലെണ്ണ ആഡ് ഞാൻ ചൂടായതിനു ശേഷം നമ്മൾ കടുകിടുന്നു, ഉലുവയിടും. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി കഴിഞ്ഞു. അപ്പോൾ കടുകിടുക. കടുകിന് ശേഷം നമ്മൾ കണ്ടാൽ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇടുന്നത് ഉലുവയാണ്. അപ്പോൾ ഇത്രയ്ക്ക് ഉലുവ നമ്മൾ വേണം കേട്ടോ. ഇത്രയും ഉലുവ നമ്മൾ ഇടാൻ പോകണം. അപ്പം അതും ഒന്ന് പൊട്ടിക്കോട്ടെ. അടുത്ത് അപ്പോൾ നമ്മൾ കണ്ടല്ലോ ചൂട് കടുകും നമ്മുടെ ഉലുവയും പൊട്ടിക്കഴിഞ്ഞു. അതല്ല ഇത്രയും 3 സാധനം പച്ചമുളക് കരിവേപ്പില ഉണക്കമുളകും കൊണ്ടിട്ട് നമ്മൾ ആദ്യം സോട്ട് ചെയ്യുന്നത്. നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മാങ്ങ അച്ചാറാണ്. ഇത്ര സിമ്പിളായിട്ട് എൻ്റെ സ്റ്റൈലിൽ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടത് വരും. അതിനകത്ത് വേണ്ടത് ഉപ്പിലിട്ട മാങ്ങ, പിന്നെ ഉപ്പ്, പിന്നെ ഒന്ന് പച്ചമുളക്, പിന്നെ കടുക്, പിന്നെ ഒന്ന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, പിന്നെ വന്നിട്ട് ഉലുവ, ഉണക്കമുളക്, കരിവേപ്പില, വിനാഗിരി, പിന്നെ വന്നിട്ട് നമ്മുടെ എന്താ പറയുക കായം, ഇത് വന്നിട്ട് നല്ലെണ്ണ, ഇത് വന്നിട്ട് നമ്മുടെ മുളക് പൊടി, ഒറ്റ മുളക് പൊടി മാത്രമേ ഉള്ളൂ. ഉപ്പും മുളക് പൊടി വിനാഗിരി, നമ്മുടെ വെള്ളമില്ല, അതിനകത്ത് നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നില്ല. അപ്പം അത്രയ്ക്ക് നമ്മൾ റൂം ടെമ്പറേച്ചർ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസമൊക്കെ ഇരിക്കും. നല്ല സൂപ്പറായിട്ട് ഇരുന്ന് നമുക്ക് നല്ലോണം ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പം എന്തായാലും അപ്പം അച്ചാറെന്ന് പറഞ്ഞാൽ ഷുഗർ പേഷ്യൻ്റ് അങ്ങനെയുള്ള ആൾക്കാർക്ക് വളരെ കഴിക്കാൻ പറ്റുന്ന വളരെ കുറച്ച് പാടുള്ളൂ. അതാണ് ഉപ്പ് പുളി എരിവ് കൂടുതൽ നിൽക്കുന്നതാണ് അച്ചാർ. അപ്പം നമ്മൾ വളരെ കുറച്ചേ കഴിക്കാൻ പാടുള്ളൂ. ഒരു ഇത്രയും കണ്ടൻറ്റ് അല്ലെങ്കിൽ ഇത്രയും കണ്ടൻറ്റ് നമ്മൾ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. അത്രയും 1/2 ടീസ്പൂൺ കൊണ്ട് നമുക്ക് കഴിക്കാൻ കൺസ്യൂം ചെയ്യാൻ പറ്റുന്നതാണ്. റൈസ് ആയാലും നമ്മൾ എന്താ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്രയും കുറവ് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് പൊടി മുളകും എല്ലാം നമ്മൾ കൂടുതൽ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാം ഇതാണ് ഉണക്കമുളക് ഇട്ടു, എല്ലാം നമ്മൾ കടുക് ഇട്ടു, ഉലുവ ഇട്ടു, പച്ചമുളക് എല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ പൊട്ടി വരുമ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്യണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്യണം. അപ്പം ഇത് നമ്മൾ കുറച്ച് എനിക്ക് തോന്നുന്ന ഒരു 10 സ്ലോ ഫയറിൽ 10-12-15 മിനിറ്റോളം സ്ലോ ഫയറിൽ ബ്രൗൺ ആയി വേണം. എന്നിട്ട് നമ്മൾ മുളക് പൊടി ഇടുന്നു, നമ്മൾ കായപ്പൊടി ഇടുന്നു, പിന്നെ ആവശ്യമുള്ള ഉപ്പ്, നമ്മൾ ഉപ്പ് ഓൾറെഡി നമ്മൾ മാങ്ങയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അടിപൊളി വരുന്നുണ്ട് നല്ല നമ്മുടെ ഉണ്ടല്ലോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ബ്രൗൺ ആയി കഴിഞ്ഞു. കണ്ടോ അടിയിലൊക്കെ ബ്രൗൺ ആയി നല്ല അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നമ്മൾ മുളക് പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മുളക് പൊടി ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല കുറച്ച് 2 മിനിറ്റ് പച്ച മണമൊക്കെ മാറി വരാതായിട്ട് നല്ല വഴറ്റും. സ്റ്റേജിലെത്തി കഴിഞ്ഞു ഉണ്ടല്ലോ എല്ലാം ഇട്ട് മുളക് പൊടി ഇട്ട് വഴറ്റി കഴിഞ്ഞു. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് വിനാഗിരിയാണ്. വിനാഗിരി മാത്രമാണ്, നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നില്ല. വിനാഗിരിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. വെള്ളം ഇത് നല്ലോണം പറ്റണം. അപ്പം ഇത് ഇട്ട് കഴിഞ്ഞാൽ അധികകാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് വേണം ആഡ് ചെയ്യാം. നമുക്ക് ലാസ്റ്റ് മൂമെൻറ്റിൽ കണ്ടല്ലോ നല്ല മസാലയൊക്കെ തിളച്ച് കണ്ടല്ലോ നമ്മുടെ എണ്ണയൊക്കെ പുറത്ത് വരുന്നുണ്ട്. അതിനകത്ത് ആവശ്യമുള്ള കായപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുക. അത് കാണുമ്പോൾ തന്നെ പൊരിയ വരുന്നുണ്ട്, കളറും കാണുമ്പോൾ തന്നെ അടിപൊളിയായിട്ട് വരും. അപ്പം നമ്മൾ ഇതിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല. അതിനകത്ത് വിനാഗിരി ഇത് കുക്കായി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അതുകൊണ്ടല്ലോ അപ്പോൾ നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഉപ്പിട്ടിട്ടില്ല, അല്ലെങ്കിൽ മാങ്ങയിൽ ഉപ്പുണ്ട്. അപ്പോൾ എന്തായാലും ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഉപ്പിടാം. ഓക്കെ, അപ്പം നമ്മുടെ ഫൈനൽ സ്റ്റേജിലെത്തി കഴിഞ്ഞു. കണ്ടല്ലോ മാങ്ങ ഇടുന്നു, കഴിക്കുന്നു. അപ്പം നമ്മൾ ഫൈനലി ഓഫ് ചെയ്യാൻ പോകണം. ആ ചെറു ചൂടിൽ നമ്മൾ ഈ സാധനങ്ങളല്ലോ നമ്മളതിനെ ആഡ് ചെയ്യുന്നു. കണ്ടല്ലോ നമ്മൾ ഉപ്പിലിട്ട മാങ്ങയാണ്. നമ്മൾ ഉപ്പിടേണ്ട ആവശ്യം വരുന്നില്ല. അതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് നമുക്ക് ഇടാൻ പറ്റുന്നതാണ്. മാങ്ങ അച്ചാർ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഡ്രൈ ആയിട്ടുള്ള അച്ചാറാണ്. അപ്പം ഇത് ഇത്രയും മതി, കിലോമാണ്. ഞാൻ പറയുന്നതിനേക്കാൾ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാലാണ് അടിപൊളിയാവുന്നത്. ഉപ്പ് ആവശ്യമുള്ളവർക്ക് ഉപ്പിടാം, വിനാഗിരി ആവശ്യമുള്ള വിനാഗിരി ഇടാം. പുളിയും ഉപ്പും കണക്കിനാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ
ഇത്രയേ ഉള്ളൂ സംഗതി. അപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞിട്ട് ഒരു ബോട്ടിലാക്കുക, അടച്ച് വയ്ക്കുക. വേറെ ഒന്നുമില്ല, കൈ കൊണ്ടിട്ട് ഉടച്ച് കടയിൽ സ്പൂൺ ഇടുക. നല്ല പ്രോപ്പറായിട്ട് സ്പൂൺ ഇട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം 3-4 മാസമെങ്കിലും സുഖമായിട്ടിരിക്കും. ഓക്കെ, ബൈ. നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ ഞാൻ ഈ അച്ചാറിൽ ആഡ് ചെയ്തിരിക്കുന്നത് ചില്ലി പൗഡർ, ചില്ലി പൗഡറിൽ ആദ്യം ഞാൻ പറയുന്നത് 200 ഗ്രാം കട്ട്മാങ്ങ, പിന്നെ വന്നിട്ട് 4 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറാണ്. ചില്ലി പൗഡർ പിന്നെ വന്നിട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മാങ്ങയിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്ത ഉപ്പാണ്. അപ്പോൾ ആവശ്യമുള്ള പിന്നെ ഉപ്പ് വേണ്ട ഇടാം. പിന്നെ 2 ടീസ്പൂണ് കായപ്പൊടി. പിന്നെ വിനാഗിരി വന്നിട്ട് 200 ml ആണ്. പിന്നെ ഫെനുഗ്രീക്ക് വന്നിട്ട് 1 ടീസ്പൂണാണ്. പിന്നെ ചില്ലി വന്നിട്ട് 4 എണ്ണം. പിന്നെ ഡ്രൈ ചില്ലി ഒരു 4 എണ്ണം. കർലി യൂസ് ഒരു 4 സ്ട്രിപ്പാണ് വേണ്ടത് കേട്ടോ, 4 സ്ട്രിപ്പാണ് വേണ്ടത്. പിന്നെ വന്നിട്ട് കുറച്ച് 4 സ്ട്രിപ്പ്. പിന്നെ വന്നിട്ട് മസ്റ്റാർഡ് സീഡ്സ് വന്നിട്ട് ഒരു ടീസ്പൂൺ. അപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വന്നിട്ട് 100 ഗ്രാമാണ് വന്നിരിക്കുന്നത്. പിന്നെ ജിഞ്ചില്ലി ഓയിൽ 100 ml ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്രയും എത്തിയിട്ടാണ് 200 ഗ്രാം നമ്മൾ കട്ട് മാംഗോ പീസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് അളവാണ്. അപ്പോൾ എന്തായാലും നല്ല അച്ചാറാണ്, നല്ല സിമ്പിളായിട്ടുള്ള അച്ചാറാണ്. എക്സ്പീരിയൻസ് ചെയ്യൂ, നല്ല ടേസ്റ്റ് ചെയ്യൂ, വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, ബൈ.